ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തൊണ്ട ശരിയല്ല, ശബ്ദം ശരിയല്ല, നല്ല മഞ്ഞൊക്കെ അല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ട്. ജലദോഷം, തുമ്മലില്ല കേട്ടോ, ജലദോഷമുണ്ട്, പിന്നെ തൊണ്ടവേദന ഉണ്ട് കേട്ടോ. ശബ്ദമൊക്കെ ശരിയല്ലാത്ത ശബ്ദമായി വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനും ആദ്യക്കുട്ടനും കൂടിയിട്ട് കടയിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ ഒന്ന് വർക്കിനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ ഇന്ന് ഒരു മരണത്തിന് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോയി. ആദ്യക്കുട്ടന് രാവിലെ തന്നെ ചുമ, ഇന്നലെ ചോറൊന്നും കഴിക്കാതെ ആൾ കിടന്നുറങ്ങി. അപ്പം രാത്രിയൊക്കെ ചെറുതായിട്ടൊക്കെ ചുമയില്ലായിരുന്നു. ചുമ കുറഞ്ഞതാണ്, വീണ്ടും ചുമ വന്നു. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇന്നലെയാണ് ട്യൂഷന് പോയത്. പല്ലുവേദനയും ജലദോഷമൊക്കെ ആയിട്ട് ഒരാഴ്ചയോളം ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യക്കുട്ടന് വ്യാഴാഴ്ച പരീക്ഷ തുടങ്ങണം കേട്ടോ. അപ്പം ട്യൂഷൻ ക്ലാസ്സിൽ പരീക്ഷയ്ക്കുള്ളതൊന്നുമല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവിടുത്തെ ടീച്ചർ ആദ്യം തുടങ്ങി പഠിപ്പിച്ചു കൊടുക്കായിരിക്കും. സ്ലേറ്റിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ പരീക്ഷയ്ക്കുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷാണ് കേട്ടോ ആദ്യം. അപ്പോൾ അതിൽ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ വൈകുന്നേരം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇത്തിരി നേരം ഇരുന്ന് പഠിക്കുക. അത് കഴിയുമ്പോൾ വീണ് തലകുത്തി മറിയും. പിന്നെ ഞാനിങ്ങനെ വഴക്കിട്ടാണ് ആദ്യക്കുട്ടൻ മിടുക്കൻ കുട്ടിയാകണ്ടേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പിടിച്ചു നിർത്തി പഠിപ്പിക്കുന്നത്. ഇത്തിരി നേരം അരമണിക്കൂറോളം പഠിപ്പിക്കുമല്ലോ. അത് കഴിയുമ്പോൾ പിന്നെ പക്ഷെ ഇന്നലെ ഇത്തിരി ചോറ് കഴിക്കാൻ വൈകിപ്പോയിട്ടോ. ഓരോ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ മിനിറ്റ് നേരം കൊണ്ട് കിടന്നുറങ്ങി, ഭക്ഷണമൊന്നും കഴിക്കാതെ. പിന്നെ നേരം വെളുത്തപ്പോൾ രാത്രിയൊക്കെ ചെറിയ രീതിയിൽ ചുമയുണ്ടായിരുന്നു. നേരം വെളുത്ത് നോക്കുമ്പോൾ നല്ല ജലദോഷം. ഇന്നലെ വൈകുന്നേരം അവൻ ഭക്ഷണം കുറേ കഴിക്കാൻ നിർബന്ധിച്ചിട്ടും കഴിച്ചില്ല. പിന്നെ അവൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിന്നാനെന്തോ വാങ്ങിയതും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പനിക്ക് ചെറുതായിട്ടൊക്കെ ചെറിയ അളവിൽ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പനിയൊന്നും ഉണ്ടായിരുന്നില്ല, ജലദോഷമുണ്ട്. അപ്പം അച്ഛൻ മരിപ്പിനും പോയി. ഞാൻ ആധാർ കാർഡിൽ തെറ്റ് തിരുത്താനുണ്ടായിരുന്നു. ആദ്യക്കുട്ടന് ആധാർ കാർഡ് എടുക്കണം. അപ്പോൾ എൻ്റെയും അനേണൻ്റെയും ആധാർ കാർഡിൽ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. അത് തിരുത്താൻ പോകണം. അപ്പോൾ ആദ്യക്കുട്ടന് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അച്ഛൻ മരിപ്പിന് പോകും. ഞാനും പോയി കഴിഞ്ഞാൽ അവനെ ചിലപ്പോൾ പനിയൊക്കെ ആയിട്ട് വിടണ്ടെന്ന് കരുതി തന്നെയാണ്. അഥവാ വിട്ട് കഴിഞ്ഞാൽ എന്തായാലും അവന് വയ്യെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിപ്പിക്കും. പിന്നെ അവന് കൊണ്ടുവരാൻ ആളില്ല അവിടെ. അപ്പോൾ അതിനും ഭേദം വിടാതിരിക്കുന്നതാണെന്ന് കരുതി. ആ ജലദോഷവും പനിയൊക്കെ ആയിട്ട് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ബാക്കി കുട്ടികൾക്കും കൂടി പകരുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ വിട്ടില്ല കേട്ടോ. ഞാൻ അവനെയും കൂട്ടി ചെറുതലയിൽ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് ഉച്ചയാകുമ്പോഴേക്കും വരുന്നു. ശരിയായില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അച്ഛനും അനിയണ്ണനുമായിട്ട് ഇനി പോയി ഒന്ന് ശരിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം പോയിട്ട് കാര്യമൊന്നും നടന്നില്ല. ഞങ്ങൾ തിരിച്ചു വന്നു. ഇത്തിരിയൊക്കെ വൈകി ഞങ്ങൾ ചോറ് കഴിച്ചു. അതുകൊണ്ട് ചോറും കഴിച്ചില്ല കേട്ടോ. അങ്ങനെ വിശക്കുന്നില്ലെന്നും പറഞ്ഞ് അവൻ കഴിച്ചില്ല. പിന്നെ തണ്ണിമത്തൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അതാണ് കഴിച്ചത്. തണ്ണിമത്തൻ തണുപ്പാണ്. അവൻ ചെറുതലിൽ പോയിട്ട് അത് വേണം ഇത് വേണം പറഞ്ഞ് ഒരേ ബഹളമായിരുന്നു. കളിപ്പാട്ടം വേണം എന്നൊക്കെ പറഞ്ഞ് ഒരേ കരച്ചിലാണ്. ബഹളം വെച്ച് കരച്ചിൽ. എൻ്റെ കയ്യിലാണെങ്കിൽ മിതമായ പൈസ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കൊടുത്തന്നെ, ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കൊടുത്തില്ല കേട്ടോ. അപ്പോൾ എണ്ണത്തിന് എളുപ്പമാണത്. കാണുന്നതെല്ലാം വേണം പറഞ്ഞ് ബഹളം വയ്ക്കലായിരുന്നു. എനിക്കാണെങ്കിൽ അരിശം കയറിയിട്ട് പോയിട്ട് കാര്യം നടന്നില്ല. ഞാൻ ഒരുപാട് നാളായിട്ട് ഇതിനായിട്ട് നമ്മുടെ വീട്ടിൽ അത് ശരിയാക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഞാനും അനിയനും കൂടി തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയാക്കാത്ത കാരണം ഒരു വീട്ടിലുള്ളവർക്ക് തന്നെ 2 വീട്ടുപേരാണ് വന്നിരിക്കുന്നത്. അതൊന്നും മാറ്റണം. റേഷൻ കാർഡിൽ ഒരു പേര്, ആധാർ കാർഡിൽ വേറൊരു പേര്, ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കാരണം അതും പറഞ്ഞ് ഇങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കണം. അത് ശരിയാവാത്തതിൻ്റെ ടെൻഷനാണ് എനിക്ക്. കാരണം ആദ്യക്കുട്ടന് ആധാർ കാർഡ് എടുത്താലേ അവന് യൂണിഫോമും അതുപോലെ തന്നെ പുസ്തകങ്ങളൊക്കെ സൗജന്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഡിസംബർ മാസത്തിനുള്ളിൽ ആധാർ കാർഡ് എടുക്കണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ തടസ്സങ്ങൾ കാരണം അക്ഷയയിലേക്ക് പോയാൽ അവർ ഒരുപാട് ഇത് നമ്മളെ ഓട്ടിക്കും ഫ്രണ്ട്സ്. അപ്പോൾ കുറേ നാളായിട്ട് അതിനായിട്ട് മെനക്കെട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അനിയണ്ണനുമായിട്ട് പോകാമെന്ന് കരുതിയാണ്. അപ്പം
കാപ്പിയൊന്നും വെച്ചില്ല. അച്ഛൻ വന്നിട്ട് കാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് 5 മണിയാകുമ്പോൾ അവനെന്തായാലും ട്യൂഷന് വിടാമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ. 5 മണി ആകാറായിട്ടുണ്ട്. ഇത്ര നേരമായിട്ട് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ വീട്ടിൽ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ റീൽസ് എടുക്കാനായിട്ടൊന്നും നിന്നില്ല. ചെറുതായിട്ട് പട്ടിക്കുഞ്ഞിനെയും പൂച്ചക്കുഞ്ഞിനെയൊക്കെ എടുത്ത് ഒരു ഷോട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എനിക്ക് നല്ല തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ ഇങ്ങനെയും കിടക്കുന്നുണ്ട്, ഒരാൾ ഇങ്ങനെയും കിടക്കുന്നുണ്ട്. രണ്ടുപേരും ഇത് പിന്നെ കുഞ്ഞ് എപ്പോഴും എൻ്റെ ഈ തോളിൽ തന്നെയായിരിക്കും. ബാക്കിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് ഈ തോളിൽ വന്ന് എപ്പോഴും കയറി ഇരിപ്പാണ്. 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ രണ്ടുപേരും അപ്പം തുടങ്ങി എൻ്റെ കൂടെ ഉണ്ടാകും. പിന്നെ തേങ്ങ ചെരുകുമ്പോൾ തേങ്ങ വേണം. ഇവിടെ തേങ്ങയൊന്നും കൊടുക്കാൻ പാടില്ല, തേങ്ങ പൊട്ടിക്കാൻ പാടില്ല, കവറെടുക്കാൻ പാടില്ല. കവറിൻ്റെ ശബ്ദം കേട്ട് അവിടെ പിന്നെ ഇവിടെ കടിയാണ്. ഇത് കടിക്കും, കൊടുത്തില്ലെങ്കിൽ ഇത് കടിക്കും. ദേഷ്യം വന്ന് കടിക്കുകയാണ്, കാലിൽ കയ്യിലൊക്കെ കടിക്കും. ഇതിന് കുറച്ച് പൊന്നാരം കൂടുതലാണ് കേട്ടോ. ഭയങ്കര പൊന്നാരം കൂടുതലാണ് കേട്ടോ. ഭയങ്കര ഇതാണ്. ഇത് പിന്നെ അങ്ങനെയില്ല. ഇത് ആദ്യം വന്നത് കൊണ്ട് അതിൻ്റേതായ അധികാരവും അതിൻ്റേതായ ഇതൊക്കെയാണ്. എന്ത് കൊടുത്താലും കഴിക്കും, കുഴപ്പമില്ല. ഇത് പക്ഷേ ഇത്തിരിയേ കഴിക്കുള്ളൂ. പിന്നെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ മീൻ വെട്ടുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ തല ഞാൻ കൊടുക്കില്ല. തല കൊടുത്താൽ അവർക്ക് ദഹിക്കാത്ത കാരണം കളയും. അപ്പോൾ അത് കാരണം മീൻ തന്നെ കൊടുക്കട്ടോ. ഒരു മീൻ, രണ്ടാൾക്കും ഓരോ മീൻ വെച്ച് കൊടുക്കും. അത് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ വീണ്ടും രണ്ടുപേരും കൂടി കിടന്നുറങ്ങും. അങ്ങനെയാണ് കേട്ടോ. അപ്പം നേരം വെളുക്കുമ്പോൾ പാല് കാച്ചിട്ട് ഇവർ 3 പേരും കൂടി ഒരു ദിവസം തന്നെ 2 തവണ പാല് കാച്ചി പഞ്ചസാരയൊക്കെ ഇട്ട് ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ആഴ്ചയും കൂടി കഴിയുമ്പോൾ പാല് കാച്ചി കൊടുക്കലൊക്കെ നിർത്തും. ചോറ് തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചോറ് തിരി ഇവർ തിന്നുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ജിംബുർക്കുട്ടൻ്റെ ഇവിടെ ജിംബ്രു പറയുമ്പോൾ ഓടി വരും കേട്ടോ എൻ്റെ അടുത്തേക്ക്. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഓടി വരും കേട്ടോ. പിന്നെ എന്താ പറയുക, ഇവനെ സോപ്പ് വാങ്ങിച്ചിട്ട് കുളിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പോകുന്നുണ്ട്. അതിനാണ് ഞാൻ അപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിയട്ടെ എന്നിട്ട് സോപ്പ് വാങ്ങി കുളിപ്പിക്കാൻ പറഞ്ഞ് ഇരിക്കുകയാണ്. ജിംബ്രുക്കുട്ട ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് കൂട്ട് കേട്ടോ. ഈ വെള്ളപ്പൂച്ചയും ഇതും കൂടിയിട്ടാണ് കൂട്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കടിച്ചിട്ടാണ് ഇവിടെയൊക്കെ രോമമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ചെറുതായിട്ട് മഴക്കാറുണ്ട്. അച്ഛൻ വന്നിട്ട് കാപ്പിയൊക്കെ വെച്ച് കുടിക്കാൻ പറ്റും. നല്ല തൊണ്ടവേദനയുണ്ട് ഫ്രണ്ട്സ്. അപ്പം നാളെ വർക്കിനായിട്ട് പോകണം എന്തായാലും. അപ്പോൾ ഇന്ന് അക്ഷയയിൽ പോയിട്ട് എന്തായി എന്ന് ചോദിക്കാനായിട്ട് അക്ക വരും. അക്ക അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കേൾക്കേണ്ടത് കേൾക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ പോയി പറയുന്നതാണ്. അപ്പോൾ ഞാൻ മീൻകറി മാത്രം വെച്ചിട്ടുണ്ട്, വേറെ ഒരു കറിയും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും കുറച്ച് കായപ്പുളി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചേർത്തല ആലപ്പുഴ ഭാഗത്തുനിന്ന് കായപ്പുളി വെക്കില്ല. എന്താണ് കായപ്പുളി എന്ന് കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? പാലക്കാട്ടുകാരോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാകും. കായപ്പുളി എന്ന് പറഞ്ഞാൽ പുളിവെള്ളം താളിക്കുന്നതാണ് കേട്ടോ. കായം വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇഞ്ചി പിന്നെ ചെറിയുള്ളി, പച്ചമുളക്, വേണമെങ്കിൽ ഉണക്കമുളക് പറഞ്ഞാൽ നമ്മുടെ ആ വേറെ ചുവപ്പ് കളർ മുളകില്ലേ, ഉണങ്ങിയത്, അത്, ഇഞ്ചി, ഉലുവ, കടുക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് പുളിവെള്ളം കലക്കി അതിൽ ഉപ്പിട്ട് കലക്കിയിട്ട് കടുക് തളിച്ച് പുളി അത് തിളയ്ക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് കൂട്ടി ചോറ് കഴിക്കാം. കായപ്പുളി, കൊള്ളുപുളി, ചെറുപയർ പുളി, പിന്നെന്താ വെള്ളപ്പയർ പുളി, തുവരപ്പുളി, ഇതൊക്കെയാണ് ഞങ്ങൾ പാലക്കാടുള്ള കറികൾ കേട്ടോ. ഈ പുളിയൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചാൽ, ഈ പുളിയും കറി കഴിച്ചിട്ട് കൂട്ടി ചോറ് കഴിച്ചാലുണ്ടല്ലോ സൂപ്പറായിരിക്കും ഫ്രണ്ട്സ്. പക്ഷെ ഇവിടെ ആരും കഴിക്കില്ല. ഞാൻ വെച്ചാൽ ഞാൻ തന്നെ കഴിക്കണം കേട്ടോ. അപ്പം ഒരു കറിയും ഇല്ലെങ്കിൽ ഞാൻ വെക്കുന്നൊരു കറിയാണ് കായപ്പൊടി. ഒരു പാത്രം നിറച്ച് വെച്ച് ഞാൻ തന്നെ കഴിച്ചോളും.
പിന്നെ ഒരു മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെറുതിൽ പോയിട്ട്. അപ്പോൾ അത് ഞാൻ മുളക് പൊടി ഉപ്പും വെളിച്ചെണ്ണയും ചാലിച്ചിട്ട് അതും കായപ്പൊടി അതും കൂടിയിട്ടാണ് കഴിച്ചിട്ടാ. പുളിച്ചാറ് എന്ന് പറയും ഞങ്ങൾ, രസം എന്നൊക്കെ പറയില്ലേ, അതിന് വേറൊരു പതിപ്പാണെന്ന് മാത്രം. ഒരു കറി വയ്ക്കണതിനാണെങ്കിൽ ഉപ്പുമില്ല, ഉപ്പും അറിയുന്നില്ല, രുചിയും മണവും ഒന്നും അറിയുന്നില്ല, ജലദോഷമായത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ വിശേഷങ്ങൾ. രണ്ടുപേരും മാറി. ഇവിടെ നേരം എൻ്റെ മടി കയറി ഉറക്കമാണ്. ഇവിടെ കവറ് കാണാൻ പാടില്ല, ഫ്രിഡ്ജ് തുറക്കാൻ പാടില്ല. ഫ്രിഡ്ജിനകത്താണ് മീനുള്ളതെന്ന് ഇവർക്കറിയാം, എല്ലാം ഇവർ പഠിച്ചു വെച്ചിരിക്കണം. കവറൊന്നും എടുക്കാൻ പാടില്ല, കവറെടുത്താൽ അപ്പോൾ ഓടി വന്ന് ഇവിടെ കടിയുടിയാണ് ഉള്ളത്. കുഞ്ഞേ വേറെ ഇതിന് കുഞ്ഞെന്ന് വിളി, രണ്ടുപേര് കുഞ്ഞി പാറും കുഞ്ഞി പെണ്ണുമാണ് കേട്ടോ. രണ്ടാൾക്കും ഓരോ ചെറിയ വ്യത്യാസമാണ്. രണ്ടിനെയും കുഞ്ഞി തന്നെ വിളിക്കുന്നു കേട്ടോ. അപ്പം ഒരു കുഞ്ഞിനെ വിളിച്ചാൽ ആ കരച്ചിലൊരു ഒരു പ്രത്യേകതയാണ് കേട്ടോ. വേറെ അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ജിമ്രുവിനെ വിളിച്ചാൽ ജിമ്രു ഒന്നും മിണ്ടില്ല, വേഗം ഓടിക്കൊണ്ട് വരിക ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് 2 ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അവരിൽ ഒരാൾ ചോദിച്ചു, എന്തിനാണ് ഈ പട്ടിയും പൂച്ചയൊക്കെ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ എന്തിനാണ് വളർത്തണമെന്ന് ചോദിച്ചോട്ടാ. അപ്പം ഞാൻ പറഞ്ഞു, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ലേ, ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല. ഞാൻ കുഞ്ഞിലേ തന്നെ ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ വീട്ടിലൊക്കെ നിറയെ ഒരു പട്ടി, 1-2 പട്ടികളുണ്ടാവും. അവരിങ്ങനെ 5-6 മാസം കൂടുമ്പോൾ ഈ പ്രസവിക്കലാണ്. അപ്പോൾ ഈ പട്ടിക്കുഞ്ഞുങ്ങളുടെ അതുകളുടെയൊക്കെ എടുത്ത് ഓമനിച്ചും സ്നേഹിച്ചും ഒക്കെയാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ പൂച്ച അല്ലെങ്കിൽ പട്ടി അവർ നമ്മളെ ഒന്ന് മാന്തിയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ ഫ്രണ്ട്സ്. അത് നല്ല ദേഷ്യത്തോട് കൂടിയിട്ട് ആ ഏത് മൃഗമാണെങ്കിലും നല്ല ദേഷ്യത്തോടെ നമ്മളെ മാന്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേടിക്കേണ്ടുള്ളൂ. നമ്മൾ പേടിക്കുമ്പോഴാണ് വിഷം പെട്ടെന്ന് കയറി വരിക. പേടിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഞാൻ എൻ്റെ മകനെ 9 മാസം പ്രായമായിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലുള്ള പൂച്ച, ആ പൂച്ചകൾക്ക് എന്നെ വലിയ പരിചയമൊന്നുമില്ല. അപ്പം ഞാൻ എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നഖം കൊണ്ട് മാന്തി. ഞാൻ ഒന്നും ചെയ്തില്ല, ഇഞ്ചക്ഷൻ എടുക്കാൻ പോയില്ല, ആരോടും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല, മാറി, ഒരു കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, ഇത് കണ്ട, ഇവിടെ ഇതാണ് പണി. വളർത്തു മൃഗങ്ങളെ ഓമനിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു എന്താണ് നീ എൻ്റെ മാതുരം, എന്താണ് മാതുരൻ്റെ ഫ്രണ്ട്സ്. എനിക്ക് പട്ടിയുടെ കടി കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറയില്ല കേട്ടോ. പട്ടിയുടെ കടിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിൽ പോയപ്പം കടിക്കുന്ന പട്ടീനെ അഴിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബാബാ പറഞ്ഞ് വിളിച്ചു, അതെൻ്റെ മുമ്പിൽ പെട്ടു. അതിൻ്റെ മുമ്പിൽ ഞാൻ പോയി പെട്ടു. വെള്ളം എടുക്കാൻ വേണ്ടി പോയതാണ് ആ വീട്ടിൽ. അപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി പോയതാണ്. അമ്മായിയുടെ മകളും ഉണ്ടായിരുന്നു കൂടെ. അവൾ ഓടി. ഞാൻ ബാബാ പറഞ്ഞ് വിളിച്ച് എൻ്റെ കാലിൻ്റെ തോടയിൽ തന്നെ ഒരു കടിയും തന്നു. പിന്നെ അമ്മ കുമ്പളങ്ങിയും കോഴിമുട്ടയൊക്കെ തന്ന് പത്തിയൊക്കെ കഴിച്ച്. അന്ന് ഇഞ്ചക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല, പത്തിയാണ് എടുത്തത്. ഇറച്ചി മീനും ഞാൻ ഇപ്പോഴും കഴിക്കാറില്ല. അന്ന് ഞാൻ പത്തി എന്ന് പറഞ്ഞ രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒന്നും സംഭവിച്ചിട്ടുണ്ടായില്ല കേട്ടോ. പക്ഷെ നമ്മളെപ്പോഴും പേടിക്കണം. തെരുവ് നായ്ക്കൾ അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മളെപ്പോഴും പേടിക്കണം. അങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ, ഞങ്ങൾക്കും വരാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ ഫ്രണ്ട്സ്.